എന്റെ പേര് ആഷിൽ പയസ്, ഇവളുടെ പേര് ആജിൽ പയസ്. എന്റെ പേര് ഷാൽബി, ഇതെന്റെ ബ്രദറാണ് ഷിൽബി. എന്റെ പേര് മെൽന, ആളുടെ പേര് മെറിൻ. എന്റെ പേര് ടിൻഡു, ഞാൻ ടിനു. കോതനല്ലൂർ കന്തീശങ്ങളുടെ പള്ളിയിൽ നടന്ന ഇരട്ടകളുടെ സംഗമത്തിനെത്തിയത് 3 ജോഡി മൂവർ സംഘം ഉൾപ്പെടെ 388 ഇരട്ടകൾ. ഇരട്ട വിശുദ്ധരുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇരട്ടകളായ വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോത്താസീസിന്റെയും പള്ളിയാണ് കന്തീശങ്ങളുടെ പള്ളി എന്നറിയപ്പെടുന്നത്. ഈ ഇരട്ട വിശുദ്ധരുടെ അനുഗ്രഹം തേടിയാണ് കോതനല്ലൂർ ഫൊറോന പള്ളിയിൽ ഇരട്ട സഹോദരങ്ങളുടെ സംഗമം നടന്നത്. കോതനല്ലൂർ കന്തീശങ്ങൾ ഇടവകയിലെ വികാരിയായ ഞാൻ സെബാസ്റ്റ്യൻ പടിക്കുപിടിച്ചനാണ്. കോതനല്ലൂർ കന്തീശങ്ങളുടെ ഇടവക മധ്യസ്ഥരായ വിശുദ്ധ ഗർവാസീസിന്റെയും പ്രോത്താസീസിന്റെയും തിരുനാൾ ജൂൺ മാസം 19-ാം തീയതി ആഘോഷിച്ചു വരുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. AD 826 സ്ഥാപിതമായ ഈ പള്ളി മാതാവിന്റെ നാമധേയത്തിൽ അന്ന് സ്ഥാപിച്ച സബോർ പ്രോത്ത് എന്നുള്ള മിഷണറി വൈദികരാണ് രൂപം കൊടുത്തത്. അവരുടെ മരണശേഷം വിശുദ്ധരായിട്ട് അവർ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ 1220 ഉദയംപേരൂരിൽ നിന്നും സബോറിന്റെയും പ്രോത്തിന്റെയും ഛായാചിത്രവുമായിട്ട് ഒരു ക്രൈസ്തവ കുടിയേറ്റം ഈ കോതനല്ലൂരിലേക്ക് ഉണ്ടായി. അങ്ങനെ കടന്നു വന്നവര് കോതനല്ലൂർ മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളി സബോറിന്റെയും പ്രോത്തിന്റെയും നാമധേയത്തിലാക്കി. തുടർന്ന് 1599 ഉദയംപേരൂർ സൂനദോസിനനുബന്ധിച്ച് സബോറിനെയും പ്രോത്തിനെയും വിശുദ്ധരുടെ പട്ടികയിൽ നിന്നും മാറ്റി എന്നതിന്റെ പേരില് ഈ പള്ളി സകല വിസ്തരുടെയും പേരിൽ നാമധേയം ചെയ്യാൻ നിർബന്ധിതരായി. അതിനോട് ഇടവക ജനങ്ങളെ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്ന അവസരത്തിൽ ഉദയംപേരൂർ സൂനദോസിൽ വെച്ച് തന്നെ സബോറിന്റെയും പ്രോത്തിന്റെയും പേരിലുള്ള പള്ളികളെല്ലാം മിലാനിലുള്ള ഇരട്ട വിശുദ്ധരായ ഗർവാസീസിന്റെയും പ്രോത്താസീസിന്റെയും പേരിൽ രൂപാന്തരപ്പെടുത്താൻ സമ്മതം നൽകി. അങ്ങനെ 1599 മുതൽ ഈ പള്ളി ഗർവാസീസ് പ്രോത്താസീസ് കന്തീശങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത്. കന്തീശങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധരെന്നാണ്. ഇപ്പോൾ വിശുദ്ധരായ അഭിന്ന ഇരട്ടകളായ മിലാനിൽ ജനിച്ചു വളർന്ന് രക്തസാക്ഷിത്വം ഭരിച്ച AD 300-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം ഭരിച്ച ഗർവാസീസ് പ്രോത്താസിന്റെ നാമധേയത്തിലാണ് ഇവിടെ തിരുനാൾ ആഘോഷിക്കുക. ഞാൻ ഫാദർ റോബി കണ്ണഞ്ചിറ CM എൻ്റെ ഇരട്ട സഹോദരൻ ഫാദർ റോയി കണ്ണഞ്ചിറ CM. 2006 ആദ്യമായി കോതനല്ലൂരിലെ കന്തീശങ്ങളുടെ പെരുന്നാളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട വികാരിയച്ഛൻ ജോസഫ് പുത്തമ്പരയച്ഛനാണ് അന്നത് ഇനിഷ്യേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു തുടക്കത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായി ഇവിടെ പെരുന്നാൾ കുർബാനയ്ക്ക് വരുമ്പോൾ ഏതാണ്ട് 20-25 താഴെ ഇരട്ടകളാണ് ഉണ്ടായിരുന്നത്. അത് ഇടവകയിലെ തന്നെ ഇരട്ടകളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം ആ ഇടവകയിലെ എല്ലാ ഇരട്ടകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു കുർബാനയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമാണ് ആദ്യത്തെ കുർബാന അർപ്പിക്കുക. ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി ഈ കന്തീശങ്ങളുടെ ഇരട്ട കന്തീശങ്ങളുടെ ഈ ഒരു ഇടവക ദേവാലയത്തിൽ. ജൂൺ 19-ാം തീയതിയാണ് ഞങ്ങളുടെ ദിവസം. ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഇരട്ടകളായി ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെ ദിവസമാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഇരട്ടകൾ തന്നെയാണ്. എൻ്റെ സഹോദരൻ ഫാദർ റോജി, ഫാദർ റെജി. ഞങ്ങൾ രണ്ടുപേരും CMI സഭയിലെ അംഗങ്ങളാണ്. എറണാകുളം അതിരൂപതയിലെ അച്ഛന്മാരാണ്. ഫാദർ റോജി തേവര കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിക്കുന്നു. ഞാൻ രാജശേഖരി കോളേജിലെ MB ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പിറവന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് 2 പിള്ളേരാണ്. ഇപ്പോൾ 1 വർഷവും 1 മാസമായി പ്രായം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇരട്ടകളുടെ പെരുന്നാൾ കൂടാണ്ട് വരുന്നത്. എന്റെ പേര് ആഷിൽ പയസ്, ഇവളുടെ പേര് ആജിൽ പയസ്. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കളത്തൂർ പള്ളിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ ജനിച്ച വർഷം മുതൽ ഇവിടെ വരുന്നുണ്ട്. അടുത്ത് 18 വർഷമായിട്ട് ഞങ്ങൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. ഈ വർഷമാണ് +2 കഴിഞ്ഞത്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് സെന്റ് മേരീസ് HSS ഭരണങ്ങാനം സ്കൂളിലാണ്. എൻ്റെ പേര് യാക്കോബ് എന്നാണ്. ഇതെന്റെ വൈഫ് ജോമോള്. ഞങ്ങള് തണ്ണീർമുക്കം ചാലിപ്പള്ളി ഇടവകയിൽ നിന്ന് വരുക. ഞങ്ങള് ടിൻസായി കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം ഇത്തവണയും അത് വരാൻ സാധിച്ചു. വളരെ സന്തോഷം. വിശുദ്ധന്മാരോടുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുന്നു. ഇരട്ട വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുകയാണ്. വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞതുപോലെ മക്കൾ മാതാപിതാക്കളുടെ കൈകളിലെ ദൈവ നിക്ഷേപമാണ്. മക്കൾ മാതാപിതാക്കളുടെ കൈകളിൽ തമ്പുരാൻ നൽകുന്ന തിരിച്ചേൽപ്പിക്കുവാൻ നൽകുന്ന ദൈവ നിക്ഷേപങ്ങളാണ്. അപ്പം അങ്ങനെ മക്കളെ ഏറ്റവും വിശുദ്ധരായി ഏറ്റവും നിക്ഷേപങ്ങൾ പോലെ ദൈവ നിക്ഷേപങ്ങളായി വളർത്തിക്കൊണ്ടുവരുവാൻ ഈ തിരുനാൾ എല്ലാ കുടുംബങ്ങൾക്കും പ്രേരണയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ
പേര് എബിൽ. എന്റെ പേര് എമിൽ. ഞങ്ങള് കൊല്ലം അഞ്ചലിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 6-7 വർഷമായിട്ട് മുടങ്ങാതെ വരുന്നുണ്ട്. ഞാൻ ദേവനന്ദ, ഇതെന്റെ അനിയത്തി ദേവഗംഗ. ഞങ്ങൾ ട്വിൻ സിസ്റ്റർ ആണ്. ഞാൻ തോമസ് മാത്യു. ഞങ്ങൾ കുറുപ്പന്തറയിൽ താമസിക്കുന്നു. ഞങ്ങൾ ഇടവക കാഞ്ഞിരത്താനമാണ്. എൻ്റെ അമ്മ, ഭാര്യ, 4 മക്കള്. അവർ 2 സെറ്റ് ഇരട്ടകളാണ്. മൂത്തവർ ഇരട്ടകളാണ് ജോവാനയും ജൂലിയയും. അവർ കുറവിലങ്ങാട് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. അടുത്തവർ ഇരട്ടകൾ തന്നെ ജെഫിനും ജിയോണയും. അവർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ തന്നെ പഠിക്കുന്നു, കുറവിലങ്ങാട്. കന്തീശങ്ങളെ പോലെ തന്നെ വിശുദ്ധരാണ് ഇരട്ടകളെ വളർത്തുന്ന മാതാപിതാക്കൾ. കാരണം ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് മാതാപിതാക്കൾ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇരട്ടകളെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഇന്ന് ഒരുമിച്ച് ചേർന്ന 100 കണക്കിന് ജോഡി ഇരട്ടകളുടെ മാതാപിതാക്കളെ ഞങ്ങൾ സ്നേഹത്തോടെ ഈ വിശുദ്ധരിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ലോകമെമ്പാടും ഇരട്ടകളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇരട്ട പുണ്യവന്മാരുടെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. എന്റെ പേര് ബിസ്മി ബേബി. എന്റെ പേര് ബിക്സി ബേബി. ഞങ്ങൾ അയർക്കുന്നം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളിപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷാൽബി. ഇതെൻ്റെ ട്വിൻ ബ്രദറാണ് ഷിൽബി. ഞങ്ങൾ കോട്ടയത്ത് ട്വിൻസ് മൊബൈൽ എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. എൻ്റെ പേര് ജോസ്. എൻ്റെ പേര് ബേബി. ഞങ്ങൾ കുറുപ്പന്തറ കവലയിൽ നിന്നും വരുന്നു. ഞങ്ങൾ 2007 പുത്തമ്പറങ്കിൽ അച്ഛൻ തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഈ ഗർഭാശയ പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിനോട് അങ്ങനെ ഞാൻ നന്ദി പറയുന്നു. എന്റെ പേര് ആന്റോയിൻ. ഇവന്റെ പേര് അശ്വിൻ. ഇവന്റെ പേര് ആൽവിനോ. ഞങ്ങൾ 3 പേര് പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇനി നേഴ്സിംഗ് പഠിക്കാൻ പോകണം. ഞങ്ങൾ 3 പേരും. എന്റെ പേര് മെൽന, ആളുടെ പേര് മെറിൻ. ഞങ്ങള് കുറവലങ്ങാടുന്നാ വരുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന, ഒരുപാട് നാളായി വരാൻ തുടങ്ങിയിട്ട്. എന്റെ പേര് ടിൻഡു. ഞാൻ ടിനു. ഞങ്ങള് ഓനിപ്പള്ളിന്ന് വരുന്നു. ഒരു 8ാം ക്ലാസ് ഒക്കെ തൊട്ട് എല്ലാ കൊല്ലം തന്നെ വരാറുണ്ട്. മാക്സിമം വരാൻ നോക്കും. ഞാൻ ഫാദർ ജിബിൻ മണിയാലിൽ, MST, ഇപ്പോൾ ഫിലിപ്പീൻസിൽ മീഡിയ സ്റ്റഡീസ് ആണ്. ഞാൻ ഈ ഇടവക്കാരനാണ്. ഇടവകയുടെ മധ്യസ്ഥരായ കന്തീശങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇരട്ടകളുടെ നാടായ കോതനല്ലൂരിൽ നടക്കുന്ന ഇരട്ടകളുടെ സംഗമം എപ്പോഴും ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുന്ന ഒരനുഭവമാണ്. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ 63 ജോഡി ഇരട്ടകൾ ഇവിടെ തന്നെയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി മാതാപിതാക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്കും ഇരട്ട കുഞ്ഞുങ്ങളെ ലഭിക്കുകയും ചെയ്യാറുണ്ട്. കന്തീശങ്ങളുടെ മാധ്യസ്ഥ ശക്തി എത്രത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ ഫലവത്താണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് കൂടുതൽ മക്കൾ കുടുംബങ്ങളുടെ അനുഗ്രഹമാണ് എന്നുള്ള കാര്യം ലോകം തിരിച്ചറിയുകയാണ്. കാരണം കേരളത്തിൽ ക്രൈസ്തവർക്ക് മാത്രമല്ല ഇതര സമുദായങ്ങൾക്ക് കൂടി മക്കൾ കുറവായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ കുറഞ്ഞു വരുന്ന ഈ മക്കളുടെ ഈ സംഖ്യ നമ്മളുടെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഭീഷണിയാണ്. കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ക്രിസ്തുവിന്റെ വിശ്വാസത്തെ ഏറ്റവും ആവേശത്തോടു കൂടി പകർന്നു നൽകുവാൻ 10,000-കണക്കിന് സമർപ്പിതരാണ് കേരളത്തിൽ നിന്നും വൈദികരായിട്ട് സമർപ്പിതരായിട്ട് ലോകമെമ്പാടുമുള്ളത് നമുക്കറിയാം. അവരൊക്കെ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇരട്ട വിശുദ്ധർ നമ്മളുടെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കൾ ഉണ്ടാകുവാൻ പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങി നമുക്ക് നൽകുന്നവരാണ്. കോതനല്ലൂർ ഇടവക ദേവാലയം 1200 വർഷം പൂർത്തിയാക്കിയാണ്. 856 ആരംഭിച്ചത്. AD 856. അപ്പോൾ 1200 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ 1200 ജോഡി ഇരട്ടകളെ ഇവിടെ ഒരുമിപ്പിക്കാനുള്ള പരിശ്രമം ഈ ഇടവക വികാരിയച്ഛനും നമ്മുടെ ഇടവക ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട പാലാ രൂപതയിൽ അഭിയുന്ന പിതാവും മറ്റ് വൈദിക ശ്രേഷ്ഠരും എല്ലാം അതിന് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷം 1200 പേരുമായി ഇതേ ഇടവക ദേവാലയത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.